നമസ്കാരം. മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം. രാഹുൽ മാങ്കൂട്ടത്തിന്റെ വിഷയം മാത്രമേ നിങ്ങൾക്കൊക്കെ പറയാനുള്ളൂ എന്ന് ചോദിച്ചാൽ അതുമായി ബന്ധപ്പെട്ട നിരവധി അപ്ഡേഷനുകളാണ് ഓരോ നിമിഷവും വന്നുകൊണ്ടിരിക്കുന്നത്. ഇന്ന് 2 മണിയോടുകൂടി തന്നെ രാഹുൽ മാങ്കൂട്ടത്തിന്റെ നിലവിലെ കസ്റ്റഡി കാലാവധി അവസാനിക്കുകയും മജിസ്ട്രേറ്റ് അഞ്ജലി രാഹുലിന്റെ കസ്റ്റഡി കാലാവധി നീട്ടുകയും 15 ദിവസത്തേക്കാണെന്നാണ് നിലവിൽ ലഭിക്കുന്ന വിവരം. 15 ദിവസത്തേക്ക് കൂടി കസ്റ്റഡിയിൽ വിടുകയും ചെയ്തിരുന്നു. സ്പെഷ്യൽ ജയിലിലേക്ക് രാഹുൽ മാങ്കൂട്ടത്തിനെ മാറ്റുകയും ചെയ്തു. അതിന് മുൻപായിട്ട് രാഹുൽ മാങ്കൂട്ടത്തെ ഇപ്പോൾ പ്രത്യേകമായി തന്നെ പരിശോധിക്കാനായിട്ട് ആശുപത്രിയിൽ എത്തിച്ചപ്പോൾ ശാസ്തമംഗലം മജിത്തിന്റെ ജൂനിയർ ആയിട്ടുള്ള അഭിഭാഷകൻ രാഹുൽ മാങ്കൂട്ടത്തോട് സംസാരിച്ചിരുന്നു. ആദ്യ ദിവസമൊക്കെ തന്നെ അഭിഭാഷകരോട് സംസാരിക്കേണ്ടതില്ല എന്ന് പറഞ്ഞിരുന്ന രാഹുൽ മാങ്കൂട്ടം കേസിലെ നിലവിലെ അപ്ഡേഷൻ അറിയാനായി രാഹുൽ മാങ്കൂട്ടം ഇപ്പോൾ ശാസ്തമംഗലം മജിസ്ട്രേറ്റിന്റെ ജൂനിയറിനോട് സംസാരിക്കുകയും അദ്ദേഹം പിന്നീട് മാധ്യമങ്ങളോട് പ്രതികരിക്കുകയും ഒക്കെ ചെയ്തിരുന്നു. അദ്ദേഹത്തിന് 2 മൊബൈൽ ഫോണുകളാണ് ഇപ്പോൾ കിട്ടിയത് എന്ന് പറയുന്നുണ്ടായിരുന്നു. ഈ 2 മൊബൈൽ ഫോണും പോലീസ് കസ്റ്റഡിയിൽ തൽക്കാലം വിട്ടു നൽകില്ല, കോടതിയിലാണ് ഇപ്പോൾ സൂക്ഷിച്ചിരിക്കുന്നത്. നാളെ രാഹുലിന്റെ ജാമ്യാപേക്ഷ പരിഗണിക്കുന്ന സാഹചര്യത്തിൽ ഈ ഫോണ് കോടതിയിൽ ഹാജരാക്കും എന്നാണ് മനസ്സിലാക്കുന്നത്. എന്തായാലും 3ാം ബലാത്സംഗ കേസിൽ കസ്റ്റഡി കാലാവധി പൂർത്തിയായ രാഹുൽ മാങ്കൂട്ടത്തിൽ വീണ്ടും ജയിലിലേക്ക്. മജിസ്ട്രേറ്റിന് മുന്നിൽ ഹാജരാക്കിയ രാഹുലിനെ റിമാൻഡ് ചെയ്തു. രാഹുലിനെ വൈകാതെ തന്നെ മാവേലിക്കര ജയിലിലേക്കാണ് മാറ്റിയേക്കുന്നത്. അതേസമയം രാഹുൽ നൽകിയ ജാമ്യാപേക്ഷ കോടതി നാളെ പരിഗണിക്കും. നേരത്തെ അന്വേഷണ സംഘത്തിന്റെ ചോദ്യം ചെയ്യലിനോട് രാഹുൽ പ്രതികരിച്ചിരുന്നില്ല. ഫോൺ പരിശോധിക്കുന്നതിന് പാസ്വേഡ് നൽകാനും രാഹുൽ തയ്യാറായിരുന്നില്ല. 3 ദിവസത്തേക്കാണ് രാഹുലിനെ അന്വേഷണ സംഘത്തിന്റെ കസ്റ്റഡിയിൽ വിട്ടിരുന്നത്. അതിജീവിതയെ ബലാത്സംഗം ചെയ്ത തിരുവല്ലയിലെ ഹോട്ടലിൽ എത്തിച്ച രാഹുലുമായി അന്വേഷണ സംഘം തെളിവെടുപ്പ് നടത്തിയിരുന്നു. പരാതിക്കാരിക്കൊപ്പം ഇവിടെ എത്തിയിരുന്നുവെന്ന് രാഹുൽ സമ്മതിച്ചിട്ടുണ്ട്. അതിജീവിതയുടെ രഹസ്യമൊഴി രേഖപ്പെടുത്താനുള്ള നടപടിയും പുരോഗമിക്കുകയാണ്. അഭിഭാഷകന്റെ പ്രതികരണം നമുക്കൊന്ന് കേൾക്കാം, അതിനുശേഷം മാറ്റി. ഇന്ന് 2 മൊബൈൽ ഫോണുകൾ റിക്കവർ ചെയ്തു എന്ന് പറയുന്നു. അത് ഹാജരാക്കി, അത് തിരികെ നാളെ കോടതിയിൽ തന്നെ ഹാജരാക്കണമെന്ന് നിർദ്ദേശിച്ച് കോടതി തിരിച്ചു കൊടുത്തിട്ടുണ്ട്. മറ്റു നടപടിക്രമങ്ങളൊന്നും ഒന്നും ഇന്ന് നടന്നിട്ടില്ല. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ന് കസ്റ്റഡിയിലെടുത്തു, തിരിച്ച് ഹാജരാക്കി, അത്രയും നടന്നിട്ടുള്ളൂ. ഇന്ന് പ്രത്യേകിച്ചൊന്നും പറഞ്ഞിട്ടില്ല. നാളെ ബെയിൽ ആപ്ലിക്കേഷൻ ആർഗ്യൂ ചെയ്യാനായിട്ട് വിശദമായിട്ട് ആർഗ്യുമെന്റിന് വേണ്ടി വെച്ചിരിക്കുകയാണ്. നാളെ സീനിയർ കൗൺസിൽ അഡ്വക്കേറ്റ് അജിത് കുമാർ ശാസ്തമംഗലം അദ്ദേഹം വരും, വന്ന് വാദം പറയും. നാളത്തെ വാദം പറയട്ടെ, ഞങ്ങൾ അതിനു വേണ്ടിയിട്ടാണല്ലോ ശ്രമിക്കുന്നത്. തിരികെ കോടതിയിൽ തന്നെ ഹാജരാക്കാനായിട്ട്. ഇന്ന് വർക്കിംഗ് ഡേ അല്ലാത്തതുകൊണ്ട് നേരത്തെ കോടതി കഴിഞ്ഞ ദിവസം റിമാൻഡ് ചെയ്തു. 24-ാം തീയതി വരെയാണ് റിമാൻഡ് ചെയ്തിരിക്കുന്നത്. ആ റിമാൻഡ് പീരീഡ് വരെ കസ്റ്റഡി അവർ ആവശ്യപ്പെട്ടിട്ടില്ല. നിലവിലെ സാഹചര്യത്തിൽ നാളെ എന്ന ദിവസം രാഹുലിന് നിർണായകം തന്നെയാണ്. രാഹുൽ മാങ്കൂട്ടത്തിന് ജാമ്യം ലഭിക്കാനുള്ള സാധ്യത ഏറെ കൂടുതലാണെന്ന് പറയുന്നുണ്ട്. ഇന്ന് പുലർച്ചയോടുകൂടി അഭിഭാഷക കേരളത്തിൽ എത്തുമോ എന്നടക്കമുള്ള സംശയവുമുണ്ട്. അങ്ങനെ എത്തിക്കഴിഞ്ഞാൽ മാത്രമേ ഈ കേസിൽ എന്തെങ്കിലും ട്വിസ്റ്റ് സംഭവിക്കുകയുള്ളൂ. മാത്രമല്ല, നിർണായക തെളിവുകൾ പ്രത്യേകിച്ചൊന്നും തന്നെ ലഭിച്ചിട്ടില്ല എന്ന് പറയുന്നു. മാത്രമല്ല, പരാതിക്കാരിയാണ് ഈ റൂം ബുക്ക് ചെയ്തത്. പരാതിക്കാരി ബുക്ക് ചെയ്ത റൂമിലേക്ക് രാഹുൽ മാങ്കൂട്ടം വരികയായിരുന്നു. അതിൽ രാഹുൽ BR എന്ന പേരും എഴുതിയിട്ടുണ്ടായിരുന്നു. അതും രാഹുൽ സമ്മതിച്ചിട്ടുണ്ട്. മാത്രമല്ല, പരാതിക്കാരിയും താനും 1 മണിക്കൂർ ഈ മുറിയിലിരുന്ന് സംസാരിക്കുകയുണ്ടായിരുന്നു എന്നും പറയുന്നു. ഫെന്നി നാനാൻ പറയുന്ന പുറത്തുവിട്ട ഈ ചാറ്റുകളൊക്കെ അടക്കം നോക്കി കഴിയുമ്പോൾ എന്തൊക്കെയോ ഒരു പൊരുത്തക്കേട്, ഫാബ്രിക്കേറ്റഡ് ആണോ ഈ പരാതി എന്നടക്കമുള്ള സംശയവും നിഴലിക്കുന്നുണ്ട് എന്ന് പലരും പറയുന്നുണ്ട്. എന്തായാലും രണ്ടാം കേസ് ഇനി പിൻവലിച്ചോ എന്നടക്കമുള്ള ചോദ്യമുണ്ട്. അതായത് രണ്ടാമതൊരു കേസ് ഉണ്ടായിരുന്നു. ബാംഗ്ലൂരിലുള്ള ഒരു യുവതിയെ വിവാഹ വാഗ്ദാനം നൽകി പീഡിപ്പിച്ചു എന്ന് പറയുന്നു. രാഹുലിന്റെ പ്രധാനപ്പെട്ട സുഹൃത്തും നൻപനുമൊക്കെയായ ഫെന്നിയാണ് അതിന് എല്ലാ ഒത്താശയും ചെയ്തത് എന്നും പറയുന്നുണ്ട്. പക്ഷെ എന്തുകൊണ്ട് തന്നെ ഇതുവരെ അറസ്റ്റ് ചെയ്തില്ല എന്നൊരു സംശയം ഫെന്നി ആദ്യ പോസ്റ്റിൽ ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഫെന്നി ചോദിക്കുന്ന ഒരു പ്രധാനപ്പെട്ട ചോദ്യമാണ്, അതായത് ഞാനാണ് ആ അതിജീവിതയെ രാഹുലിന്റെ ഫ്ലാറ്റിലേക്ക് അല്ലെങ്കിൽ ഈ ഹോട്ടലിലേക്ക് കൊണ്ടുപോയതെന്ന് പറയുന്നു. അപ്പോൾ ഇത്രയും ഗുരുതരമായി തെറ്റ് ചെയ്ത എന്നെ എന്തുകൊണ്ടാണ് അവർ അറസ്റ്റ് ചെയ്യാത്തത്? അല്ല, പ്രത്യേകിച്ച് പോലീസ് എന്നോട് സ്നേഹമോ മമതയോ ഉള്ളത് കൊണ്ടല്ലല്ലോ, കാരണം തെളിവില്ലാത്തത് കൊണ്ടാണ് എന്ന് പറയുന്നു. എൻ്റെ ജീവിതത്തിൽ എനിക്കറിയാം ഞാൻ അങ്ങനെ ഒരു തെറ്റ് ചെയ്തിട്ടില്ല എന്ന് 100% ഉറപ്പ് ഞാൻ എവിടെ വേണമെങ്കിലും വന്ന് പറയാം. അപ്പോൾ അങ്ങനെ ഒരു തെളിവില്ലാത്തത് കൊണ്ട് തന്നെയാണ് ആ ഒരു കേസിൽ എന്നെ അറസ്റ്റ് ചെയ്യാതിരുന്നത് എന്നുള്ളത്. അപ്പോൾ ചോദ്യം ഉയരുകയാണ്. കഴിഞ്ഞ ദിവസം തന്നെ സമൂഹ മാധ്യമങ്ങളിൽ പല
വീഡിയോസിലും കണ്ടിരുന്നു. രണ്ടാമത്തെ കേസ് പിൻവലിച്ചു എന്നൊക്കെ കണ്ടിരുന്നു. എന്തായാലും അതുമായി ബന്ധപ്പെട്ട കൂടുതൽ അപ്ഡേഷനുകളൊന്നും തന്നെ പിന്നീട് വന്നിരുന്നില്ല. എന്തായാലും ഈ സാഹചര്യത്തിൽ ഈ മൂന്നാം പരാതിയിലും എന്തൊക്കെ സംഭവിക്കുമെന്ന് കാത്തിരുന്ന് കാണേണ്ടതുണ്ട്. ഈ പറയുന്ന പോലെ തന്നെ തെളിവുകളുടെ അഭാവം ഉള്ളത് കൊണ്ട് തന്നെ കേസിൽ കുറ്റപത്രം സമർപ്പിക്കാനായി കഴിഞ്ഞ ദിവസം തന്നെ കോടതി പറഞ്ഞിരുന്നു. കഴിഞ്ഞ ദിവസം കോടതിയിൽ ഹാജരാക്കിയിട്ടുണ്ടോ ഇല്ലേ എന്നുള്ള വ്യക്തതയില്ല. ഇത് നാളെ കോടതിയിൽ ഹാജരാക്കിയാൽ മാത്രമേ ഈ ജാമ്യാപേക്ഷയുമായി ബന്ധപ്പെട്ടുള്ള വാദം നടക്കുമ്പോൾ എന്തൊക്കെയായിരിക്കും സംഭവിക്കാൻ പോകുന്ന അറിയാൻ സാധിക്കുകയുള്ളൂ. നിലവിൽ ഏതായാലും രാഹുലിന് ജാമ്യം ലഭിക്കാനുള്ള സാധ്യതയുണ്ട് എന്നാണ് ഈ ശാസ്തമംഗലം മസ്ജിദ് അടക്കമുള്ളവർ പറയുന്നത്. കണ്ടിരുന്ന് നമുക്ക് മനസ്സിലാക്കാം എന്തായിരിക്കും നീക്കമെന്ന്. ഏതായാലും രാഹുലിന്റെ MLA സ്ഥാനം തൽക്കാലം തെറിക്കില്ല എന്നാണ് മനസ്സിലാകുന്നത്. നിയമസഭയിൽ നിന്നും രാഹുലിനെ മാറ്റിക്കഴിഞ്ഞാൽ മുകേഷും ഗണേഷും ഒക്കെ ഇരിക്കുന്ന ഈ ഒരു ഘട്ടത്തിൽ അത് വലിയ ചോദ്യചിഹ്നമായി മാറാനുള്ള സാധ്യതയുണ്ട് എന്നും പറയുന്നുണ്ട്. അതുകൊണ്ട് തന്നെ കേസ് വഴിത്തിരിവിലേക്ക് കടക്കുമോ അല്ലെങ്കിൽ കേസ് വീണ്ടും തള്ളാനുള്ള സാധ്യത ഉണ്ടോ എന്നടക്കമുള്ള കാര്യം വരും മണിക്കൂറിൽ നമുക്ക് കാത്തിരുന്ന് കാണാം. അതേസമയം ലൈംഗിക പീഡന കേസിൽ കുടുങ്ങിയ രാഹുൽ മാങ്കൂട്ടത്തിനെ പൂട്ടാൻ പോലീസ് പരിശ്രമം നടത്തിക്കൊണ്ടേയിരിക്കുകയാണ്. അതിന്റെ ഭാഗമായിട്ടായിരുന്നു ബുധനാഴ്ച ഉച്ചയ്ക്ക് 1:30 രാഹുലിന്റെ അടൂരിലെ വീട്ടിൽ നടന്ന നാടകീയ പരിശോധന. എന്നാൽ കേവലം 10 മിനിറ്റ് കൊണ്ട് അവ അവസാനിപ്പിച്ച ഈ പരിശോധന വെറും ഷോ മാത്രമാണ് എന്ന് വീട്ടിലിരുന്ന രാഹുലിന്റെ അമ്മയെയും സഹോദരിയെയും മാനസികമായി തളർത്താനാണ് പോലീസ് എത്തിയതെന്നും ആക്ഷേപം ഉയർന്നുണ്ട്. അമ്മയെ ഒന്നുകൂടി കരയിപ്പിക്കാൻ മാത്രമായിരുന്നു പത്തനംതിട്ടയിൽ നിന്നുള്ള ഡിവൈഎസ്പിയും സംഘവും അവിടെ എത്തിയത്. അല്ലെങ്കിൽ തന്നെ ഒരു പരിശോധന വന്നു കയറുന്നു, ഈ മുറി ഇവിടെ ഉണ്ടോ എന്ന് ജസ്റ്റ് മാത്രം നോക്കി ഇറങ്ങി പോകുന്നതാണോ പരിശോധന? അവിടെ എന്തൊക്കെയോ ഉണ്ട്, ഒളിപ്പിച്ചു വെച്ചിട്ടുണ്ട്, അത് കൃത്യമായി പരിശോധിച്ച് അത് കൃത്യമായി കണ്ടെത്താനാണെങ്കിൽ കൃത്യമായി എല്ലായിടത്തും വ്യക്തമായി പരിശോധിച്ച ശേഷം മാത്രമല്ലേ പോലീസ് സംഘം ഇറങ്ങി പോവുകയുള്ളൂ? രാഹുലിന്റെ മുറിയിൽ എന്തോ ഒളിപ്പിച്ചു വെച്ചിട്ടുണ്ടെന്ന ഭാവത്തിലാണ് പോലീസ് അകത്ത് കയറിയത്. രാഹുലിന്റെ ലാപ്ടോപ്പ് കണ്ടെത്തുക എന്നതായിരുന്നു പോലീസിന്റെ പ്രധാന ലക്ഷ്യം. എന്നാൽ വീട്ടിലെ ഒരു കോണിലും രാഹുലിന്റെ ലാപ്ടോപ്പ് കണ്ടെത്താൻ അവർക്കായില്ല. വീട്ടുകാരോട് ഒരു ചോദ്യം പോലും ചോദിക്കാതെ മുറിയിലെ അലമാരകളും മറ്റും വലിച്ചുവാരി പരിശോധിച്ച ശേഷം 10 മിനിറ്റിനുള്ളിൽ തന്നെ പോലീസ് സംഘം മടങ്ങി. ഒന്നും കണ്ടെത്താനായില്ല എന്ന് പിന്നീട് അവർക്ക് സമ്മതിക്കേണ്ടി വന്നു. തെളിവ് കിട്ടാൻ വേണ്ടിയാണോ അതോ കുടുംബത്തെ ഒന്ന് ഭയപ്പെടുത്താൻ വേണ്ടിയാണോ ഈ അസമയത്തുള്ള സന്ദർശനം എന്നാണ് നാട്ടുകാർ ചോദിക്കുന്നത്. രാഹുലിന്റെ ഫോണിൽ നിരപരാധിത്വം തെളിയിക്കാൻ അനിവാര്യമായ പലതുമുണ്ട്. ഇത് നശിപ്പിക്കാനുള്ള നീക്കമായാണ് പോലീസ് പരിശോധനയെന്ന് വാദമുണ്ട്. വീട്ടിലെ പരിശോധനയ്ക്ക് മുന്നോടിയായി അതീവ രഹസ്യമായി രാഹുലിനെ തിരുവല്ലയിലെ ഹോട്ടലിൽ എത്തിച്ച തെളിവെടുപ്പ് നടത്തിയിരുന്നു. പുലർച്ചെ 5:40 ആരും കാണാതെ AR ക്യാമ്പിൽ നിന്ന് പുറപ്പെട്ട പോലീസ് സംഘം 6:30 തിരുവല്ലയിലെ ഹോട്ടലിലെത്തി. പീഡനം നടന്നു എന്ന് ആരോപിക്കപ്പെടുന്ന 408 നമ്പർ മുറിയിലായിരുന്നു ഈ മിന്നൽ തെളിവെടുപ്പ്. കേവലം 15 മിനിറ്റ് മാത്രം നീണ്ട ഈ പരിശോധനയ്ക്ക് ശേഷമാണ് രാഹുലിനെ തിരികെ കൊണ്ടുപോയതും പിന്നാലെ വീട്ടിൽ പോലീസ് പരിശോധനയ്ക്ക് എത്തിയതും. രാഹുലിനെതിരെയുള്ള കുരുക്ക് മുറുക്കാൻ പോലീസ് പരമാവധി നോക്കുന്നുണ്ടെങ്കിലും വീട്ടിൽ നടന്ന പരിശോധനയിൽ ഒന്നും കിട്ടിയില്ല എന്നത് പോലീസിന് നാണക്കേടായി. വടകരയിലെ ചില വീടുകളിലും പോലീസ് റെയ്ഡ് ആലോചനയിലുണ്ട്. അതുകൂടി നടത്തുകയാണെങ്കിൽ വടകരയിൽ കയറുകയാണെങ്കിൽ ഷാഫി ഇറങ്ങുമെന്ന കാര്യത്തിൽ സംശയമില്ല. അങ്ങനെ വടകരയിൽ കയറി റെയ്ഡ് നടത്തി തീർക്കാനാണ് ഇവരുടെ പ്ലാനെങ്കിൽ അത് മുട്ടൻ പണിയാകുമെന്ന കാര്യത്തിൽ സംശയമില്ല. എന്തായാലും കാത്തിരുന്ന് കാണാം നിലവിലെ സാഹചര്യം എന്താണെന്നുള്ളത്.